അങ്ങനെ നമ്മളിപ്പോൾ ചെന്നൈ വിടുകയാണ്. ഓഡോമീറ്റർ റീഡിംഗ് ഇതാ 41,126. ദീപാവലി എല്ലാം കഴിഞ്ഞു. ചെന്നൈയിലെ ട്രാഫിക് കൂടി നോക്ക്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് കാഞ്ചീപുരത്തേക്കാണ്. കാഞ്ചീപുരം ഇവിടെ വളരെ അടുത്താണ്. 1.5 മണിക്കൂറൊക്കെ മതിയാവും എന്ന് വിചാരിക്കാം, ഈ ട്രാഫിക് ഇല്ലെങ്കിൽ. നമ്മളിതാ ചെന്നൈ ടൗൺ പതുക്കെ വിടുന്നു. ടൗൺ വിടുന്നില്ല, ടൗണിലെ ട്രാഫിക് വിടുന്നു. നല്ല ഹൈവേ റോഡാണ്. ഇനി 6 ലൈൻ. പൊതുവെ തമിഴ്നാട് നല്ല റോഡായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ നോക്കാം. ഇന്നലെ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വന്നത് ഏകദേശം ഈ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ. ടൗണിൽ നിന്ന്, അതായത് കോയമ്പേടായിരുന്നു ഞാൻ നിന്നത്. കോയമ്പേടിൽ നിന്ന് ഒരു 16 കിലോമീറ്ററോളം വരണേ. അപ്പോൾ ഇന്നലെ ദീപാവലി ആയതുകൊണ്ട് 16 കിലോമീറ്ററൊക്കെ അരമണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തെത്താൻ പറ്റിയത്. അത് ചെന്നൈ ടൗണിലൊന്നും അത് അങ്ങനെ സാധാരണ അവസ്ഥയിൽ ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഏതായാലും വണ്ടി നല്ല ഉഷാറായിട്ടാണ്. അവിടെയുള്ള പ്രവീണുണ്ട് സർവീസിലെ. പ്രവീണിൻ്റെ ബ്രദറും കൂടെയാണ് ആ ഷോറൂം സർവീസ് സെൻറ്ററും നടത്തിക്കൊണ്ടുവന്നത് തന്നെ. എല്ലാം നന്നായിട്ട് വളരെ നല്ല സർവീസാണ്. എനിക്ക് കിട്ടിയത് വളരെ നല്ല സർവീസാണ്. അവിടെ പൊതുവെ നല്ല സർവീസാണ് അവിടെ ചെന്നൈ പെർഫെക്റ്റ് മോട്ടോഴ്സിൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കാഞ്ചീപുരം എന്ന് പറഞ്ഞല്ലോ. കാഞ്ചീപുരം നമ്മളുടെ പഞ്ചഭൂത സ്ഥലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. ശ്രീകാളഹസ്തി വായുവിൻ്റെ ക്ഷേത്രമാണ്. അതുപോലെ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെയാണ്, ഭൂമിയുടെ ക്ഷേത്രമാണ്. കഴിഞ്ഞ് നമ്മളിന്ന് വൈകുന്നേരം തിരുവണ്ണാമല എത്തും. തിരുവണ്ണാമല അഗ്നിക്കുള്ളതാണ്. എനിവേ കാഞ്ചീപുരത്ത് അവിടെ മാത്രമല്ല, വേറെ 1-2 സ്ഥലങ്ങൾ പോകാനുണ്ട്. നമുക്ക് എന്തായാലും എല്ലാം വഴിയെ കാണാം. നമ്മൾ ഹൈവേ എന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കാഞ്ചീപുരം എത്താനായി 10 കിലോമീറ്റർ കാണും. അങ്ങനെ നമ്മളിതാ ഇപ്പം ഏകംബരേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. ഇതാണ് പഞ്ചഭൂത സ്ഥലങ്ങളിലെ ഭൂമിക്ക് വേണ്ടിയുള്ള ക്ഷേത്രം. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗങ്ങളാണ് കേട്ടോ. അതായത് മെയിൻ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ ഒന്നും അല്ല, അവിടെ അല്ല. നമ്മൾ ചുറ്റും നടക്കുന്ന ഭാഗങ്ങളാണിത്. ഇവിടെ ചുറ്റും ഒരുപാട് ശിവലിംഗങ്ങൾ കാണാം അല്ലേ. അതുപോലെ അവിടെ ഇവിടെയായിട്ട് ഓരോ മൂർത്തികളെയും സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലേ ഈ കല്ലിൻ്റെ കൊത്തുപണികളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ ശ്രീകാളഹസ്തി പോയപ്പോഴും ഇങ്ങനെയായിരുന്നു. പക്ഷേ അവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് ആയിരുന്നില്ല. ഇവിടെ ഉള്ളിൽ അലൗഡല്ല, പക്ഷേ ഈ ഭാഗത്തൊക്കെ അലൗഡാണ് അല്ലേ. ഇതിന് പഴക്കം ചേർന്നിട്ടുണ്ട് ഇതെല്ലാം. എങ്കിലും അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കും നിങ്ങൾ. തൂണിൻ്റെയും കൊത്തുപണികളുടെ ഒക്കെ എല്ലാം പെർഫെക്റ്റ്ലി അലൈൻഡാണ്. ഇതുണ്ടല്ലേ അതിൻ്റെ അലൈൻമെൻറ്റ്. നല്ല രസമാണ്. തമിഴ്നാട്ടിലെ പഴയ ക്ഷേത്രങ്ങളെല്ലാം കണ്ടില്ലേ. ഈ ഭാഗത്ത് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ കഴിയും നമുക്ക്. ഇതെല്ലാം പഴയ കൊത്തുപണികളാണ്. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള മാവാണ്. അതായത് മാവ് നിന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇതൊരു പുതിയ മാവാട്ടോ ഇവിടെ. ഇതല്ലേ ഈ മാവിനെ പറ്റിയുള്ള കഥയാണ്. ഇതിൻ്റെ കീഴിലാണ് കാമാക്ഷി ദേവി തപസ് നിന്നത് എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഏകംബരം എന്നാണ്. ഏകംബരം നമ്മൾ ശ്രീകാളഹസ്തി വായുവിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഏകംബരമാണ് ഭൂമിയുടെ. ഓക്കെ, നോക്ക് മാവിൻ്റെ അവിടെ പോയി നോക്കാം. ഇവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 വർഷം ആയിട്ട് ഒരേ മാവിൻ്റെ ഒരു മാവില്ലാതാകുമ്പോൾ അടുത്ത മാവ്, അതേ മാവിൽ നിന്നും ഉണ്ടാകുന്ന മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അങ്ങനെ 3500ഓളം വർഷങ്ങളായത്രേ അത് തുടർന്ന് പോകുന്നു. ഏതായാലും ഈ മാവ് കുറച്ച് പുതിയതാണ്, കാണുമ്പോൾ അറിയാം. ഇതിനി വലുതായി അടുത്തത്, പിന്നെ അതിൻ്റെ അടുത്തത്, അങ്ങനെ. ഇവിടെയുള്ള തൂണുകൾ കണ്ടില്ലേ, ഉള്ളിലും നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തൂണും പിന്നെ നിലത്തിങ്ങനെ പെയിൻറ്റിങ്ങും എല്ലാം കാണാം. നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ മാത്രമല്ല. ശ്രീകാളഹസ്തി പോയപ്പോഴും ഏകദേശം നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചുറ്റും ഒരുപാട് തൂണുകൾ കാണാം. ചുറ്റും എന്ന് പറഞ്ഞാൽ ഉള്ളിലൊക്കെ തൂണുകൾ ഇങ്ങനെ നിറയെ കാണാം. എല്ലാം കല്ലുകൊണ്ട് പണ്ടുണ്ടാക്കിയത് കേട്ടോ ഇതെല്ലാം. ഇത് പുറമേ ഉള്ള ഭാഗങ്ങളാണ്. ഇവിടെ നന്ദീനെ കാണാം.
നന്ദിക്കൂട്ടിലാണ്. കൊടിമരം, ബാക്കി കൊത്തുപണികളും എല്ലാം ഇവിടെ കാണാം. ഇവിടെ ഒരു കുളവും ഉണ്ട് കേട്ടോ. നല്ല ഒരു പഴക്കമുണ്ട്. പ്ലസ് ഇത് അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാര്യമായിട്ടൊന്നും ചെയ്യാത്ത പോലെ തോന്നുന്നു കാണുമ്പോൾ. അതോ ഇനി ചെയ്തിട്ട് കുറച്ചായതുപോലെ തോന്നുന്നു. ഏതായാലും വെള്ളം വലിയ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് കാഞ്ചീപുരത്തിലെ ഏകാംബരനാഥ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഇതാണ് പുറം വശം കേട്ടോ. നമുക്കിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ഗോപുരമാണ്, നമ്മൾ കണ്ട ഗോപുരം. ഇവിടെയുണ്ട് 4 വശത്തും ഗോപുരങ്ങളാണ്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കുളം കാണാം, പക്ഷേ ഇതിപ്പോൾ വറ്റിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികളിരുന്ന് പഠിക്കുന്നതും കാണാം കേട്ടോ. ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണാം. മരത്തിൽ നിറയെ പക്ഷികളുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയൊക്കെ പോയിട്ടേ ഇവിടെ അമ്പലം അടച്ചിരിക്കുക. ഇവിടെ നമ്മളെ കേരളത്തിലൊക്കെ അങ്ങനെ സമയങ്ങളുണ്ടല്ലോ. ഇതല്ലേ കാമാക്ഷി ക്ഷേത്രമാണ്, ശ്രീ കാഞ്ചി കാമാക്ഷി ദേവസ്ഥാനം. എന്തായാലും 4 മണിക്കേ തുറക്കുള്ളൂ. നോക്കട്ടെ. അങ്ങനെ 4 മണിയായപ്പോൾ നമ്മളിതാ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാഞ്ചി കാമകോടി കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രത്തിലാണ് ഇത്. ഇവിടെയുള്ള കൊടിമരം ഇത്രയും നമുക്കിവിടെ കാണാം. ഇനി വെയിലടിക്കുന്ന ഭാഗത്ത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ലൈറ്റ് നന്നായി കിട്ടും. ഇതല്ലേ, ഇത് ഇവിടെയുള്ള ഗോപുരങ്ങളാണ്. 4 ഭാഗത്തു നിന്നുള്ള എന്താ ഡീറ്റെയിലിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വെയിലടിക്കുന്ന ഭാഗത്ത് നിന്ന് നന്നായിട്ട് കാണാൻ കഴിയും. ഇതല്ലേ നടുഭാഗത്ത് എന്ത് രസമാണ് കാണാൻ. അതേപോലെയാണ് ഇവിടെ ഒരു കുളമുണ്ട് നടുവിൽ. അതിൽ ഫൗണ്ടെയിൻ 4 സൈഡിൽ നല്ല ഫൗണ്ടെയിനെല്ലാം വെച്ചിട്ട് ആണ്. ഇവിടെ നല്ല രീതിയിൽ അവർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നന്നായി മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. പൊതുവേ കാണുന്ന ഒരു ക്ഷേത്രങ്ങൾ പോലെ ഇല്ല, അവിടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലേ മൊത്തം നല്ല അതെല്ലാം നന്നായിട്ടുണ്ട്. അത്യാവശ്യം പഴക്കമുണ്ട്. അത് നന്നായി മെയിൻറ്റെയിൻ ക്ലീനാക്കി കൊണ്ട് നടക്കുന്നുണ്ട് ഇവർ. നന്നായില്ല. അങ്ങനെ നമ്മളിത് ആ വിഷ്ണുകാഞ്ചീൻ്റെ ഉള്ളിലേക്ക് കയറി. ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. കാരണം നമുക്ക് ഇതെല്ലാം തുറക്കണമെങ്കിൽ 4 മണിയാകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ കുറച്ച് വൈകി. വിഷ്ണുകാഞ്ചി ഇവിടെ വിഷ്ണുകാഞ്ചീൻ്റെ പുറത്തിറങ്ങി ഉള്ളിൽ കയറിയിട്ട് ഇതിവിടെയുള്ള കുളമാണ്. നേരം ആകെ ഇരുട്ടി. ഉള്ളിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും സമയം ഒരുപാട് പോയി. അല്ല ഇതിൻ്റെ നിഴലിങ്ങനെ വെള്ളത്തിൽ കാണാൻ എന്ത് രസമാണ്. ഇരുട്ടത്ത് ആ ലൈറ്റും കൂടി ഇടുമ്പോൾ, ലൈറ്റ് ഇവിടെ മാത്രമല്ല ആ ഗോപുരത്തിൻ്റെ മുകളിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പതുക്കെ ഇവിടുന്ന് യാത്ര തുടങ്ങാം. അപ്പം നമ്മളിത് ആ കാഞ്ചീപുരത്താണ്. കാഞ്ചീപുരത്തിൻ്റെ വിഷ്ണുകാഞ്ചി സൈഡിലാണ്. ഇത് 41,222 കിലോമീറ്റർ റീഡിങ്. ശരിക്കും ഇന്നലെ നമ്മൾ തിരുവണ്ണാമല എത്തേണ്ടതായിരുന്നു. ഈ തമിഴ്നാട് കയറിയപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉച്ചയ്ക്കെല്ലാം ക്ഷേത്രങ്ങൾ അടയ്ക്കും. അപ്പോൾ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളും കയറി കാണാൻ അവർ പകൽ ടൈം പറ്റില്ല. അപ്പം പിന്നെ വൈകുന്നേരം 4 മണിക്ക് വീണ്ടും തുറന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ വൈകുന്നേരം എല്ലായിടത്തും പോയി കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി. പിന്നെ ഓടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട്
രാവിലെ എണീറ്റ് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവണ്ണാമലയിൽ പോയി അവിടുന്ന് ചിദംബരത്ത് വൈകുന്നേരം സ്റ്റേ. ചിദംബരത്തും ശരിക്കും വൈകുന്നേരം 5 മണിക്ക് പിന്നെ തുറക്കുള്ളൂ. അപ്പം ഇവിടുന്ന് നേരെ തിരുവണ്ണാമലയിൽ പോകണം, അവിടുന്ന് ചിദംബരം, അങ്ങനെയാണ് പ്ലാൻ. എനിവേ നോക്കാം. ആ മലകൾ കണ്ടില്ലേ, പാറക്കല്ലുകളാണ്, നല്ല രസമുണ്ട് കാണാൻ. തമിഴ്നാട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാറക്കൂട്ടങ്ങളും ചെറിയ കുന്നുകളും, മലകൾ എന്ന് പറയാൻ മാത്രമല്ല ഒരു കുന്നുകളൊക്കെ ഇങ്ങനെ കാണാം. ഇത് കണ്ടില്ലേ, ആഹാ. We still have hope. എന്തായാലും തിരുവണ്ണാമല ഉള്ളിൽ കയറിയിട്ടേ പോവുള്ളൂ. 12 മണിക്ക് മുമ്പ് കയറാൻ പറ്റിയ അത്രയും സമയമില്ല. നല്ല റോഡായതുകൊണ്ട് എത്തുന്നു വിചാരിക്കാം. പരീക്ഷണമാണല്ലോ, പണി നടക്കണ റോഡ്, ഫുൾ ഗ്രാവൽ. ആ കാണുന്നതാണ് തിരുവണ്ണാമലൈ. പോയി മരങ്ങളുടെ പുറകിലായി പോയി. വെൽക്കം ടു തിരുവണ്ണാമലൈ. അങ്ങനെ എത്തിയിട്ട 12 മിനിറ്റ് ഉണ്ട്, 3 കിലോമീറ്റർ പോകാനുണ്ട്. നോക്കാം ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. ഗേറ്റട നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടോ. അവിടെ സമയമൊന്നും അങ്ങനെ ഇല്ല, 1 മണി വരെ ആയിരുന്നു, 12 ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് കയറാൻ പറ്റി. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗം. ഇതല്ലേ പുറകിൽ തിരുവണ്ണാമലൈ കാണാം. ഇതിവിടെയുള്ള ഗോപുരങ്ങളാണ്, 4 ഭാഗത്തായിട്ട് 2 ഗോപുരമുണ്ട്. ഇത് മെയിൻ പുറകിൽ നമുക്ക് വേറെ ചെറുതും കാണാം കേട്ടോ. അങ്ങനെ ഏതായാലും ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റി. ഉള്ളിലുള്ള കൊത്തുപണികൾക്കൊന്നും പറയാനില്ല, അത് ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. എല്ലാ പഞ്ചഭൂത സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷനൊക്കെ ഏകദേശം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്യത തോന്നും. കൊത്തുപണികളും തൂണുകളും മണ്ഡപങ്ങളും എല്ലാം നല്ല ഭംഗിയാണ്. പക്ഷെ ഉള്ളിൽ ഫോട്ടോ അലൗഡ് അല്ല. ഇത്രയും കാണാൻ പറ്റും തിരുവണ്ണാമലൈ. നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല നിറയെ ഇങ്ങനെ തണൽ മരങ്ങളും അതുപോലെ കേജ് കാണാം. തിരക്കധികം ഉണ്ടെങ്കിൽ ക്യൂ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പം കയറി വന്ന സൈഡിലുള്ള ഗോപുരം 2 കേട്ടോ. അത് ഒന്ന് കയറി ഇറങ്ങി പിന്നെ 2ാമത് കയറി ഇറങ്ങണം. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാം ഒരുപാട് മതിലും വലിയ മതിലും ഇതൊക്കെ. നമ്മൾ തിരുവണ്ണാമല അമ്പലമൊക്കെ കയറി ഇറങ്ങി. നമ്മളെ വണ്ടി വീണ്ടും പഞ്ചറായിരിക്കുക. അതുകൊണ്ടൊരു പഞ്ചർ ഷോപ്പിൽ വന്നിരിക്കുക. ഇവിടെ ആളില്ല, വെയിറ്റ് ചെയ്യുക. തിരുവണ്ണാമലയുടെ സൈഡിൽ തന്നെ അല്ലേ, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണെന്നറിയോ ഇത് നമ്മുടെ ഈ റൈഡിൽ പഞ്ചറായത്? മൊത്തം ആദ്യം പൂനെ കഴിഞ്ഞ് ഗുജറാത്തിൽ നിന്നാണ് ആദ്യം. പിന്നെ ഒരു പ്രശ്നമില്ലാതെ ഫുൾ യാത്രയിലും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നമ്മളെ എവിടെ എത്തിയപ്പോൾ ഇന്ന് വിശാഖപട്ടണം എത്തിയപ്പോൾ ഒരു പഞ്ചർ. അതിന് മുമ്പേ ആയിട്ടുണ്ട്, വിശാഖപട്ടണത്തിൽ നിന്നാണ് പഞ്ചറായത് അറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് പിന്നെ കാഞ്ചീപുരം, അവിടെ നിന്നൊക്കെ ഓരോ പഞ്ചർ ഫിക്സ് ചെയ്തു. ഇന്നിപ്പോൾ വീണ്ടും പഞ്ചറാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ഒട്ടിച്ച് ആ സെയിം സ്ഥലത്ത് വീണ്ടും ലീക്ക് വരാൻ തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. കുറച്ച് കിലോമീറ്റർ കൂടെ ഓടിയാൽ വീട്ടിലെത്തി കഴിഞ്ഞാലേ എറണാകുളം എത്തുമ്പോൾ ടയർ മാറ്റാമല്ലോ. അയാളെ ഞാൻ കാത്തിരുന്ന് അയാൾ വന്നില്ല. എന്നിട്ട് വേറെ പഞ്ചർ കടയിൽ പോയി ശരിയാക്കി. 3/4 മണിക്കൂർ സമയം പോയി. ഇനിയിപ്പോൾ ചിദംബരം 160-170 കിലോമീറ്റർ എന്തോ ഉണ്ട് നമുക്ക് പോകാനിപ്പം. വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുമായിരിക്കും എന്ന് വിചാരിക്കാം.
റോഡ് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാകുമെന്ന് വിചാരിക്കുന്നു. എനിവേ വേറെ എന്താ. ആഹാ, എന്ത് രസമുള്ള വഴിയാ. തമിഴ്നാട്ടിലെ ക്ലാസിക് റോഡ്സാണ് ഇതുപോലെ ഉണ്ടാവുക. രണ്ട് സൈഡ് വലിയ പുളിമരവും ഇടയിൽ ചിലപ്പോൾ വേപ്പ് മരം ഉണ്ടാവും. പിന്നെ മരത്തിൻ്റെ ട്രങ്കിൽ വൈറ്റും ബ്ലാക്കും പെയിൻ്റ് അടിച്ചിട്ടിരിക്കുക. അല്ല, ബ്ലാക്ക് വെയിലുള്ള സമയത്ത് നമുക്ക് മരം കാണാൻ, വൈറ്റ് ഇരുട്ടത്ത് കാണാൻ. ട്രാഫിക് ഒന്നും തീരെയില്ല, കാലി റോഡ് അധികം. പക്ഷെ സ്പീഡ് പോകാൻ തോന്നുന്നില്ല, പതുക്കെ ഓടിച്ചു പോവാ. എത്ര പനകളാ. ആഹാ, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണല്ലോ. ആ പാറയുടെ മുകളിൽ കയറാൻ തോന്നുക. നല്ല അസ്തമയ സമയവും നല്ല രസമുണ്ട് കാണാൻ. ഇതേതാണോ സ്ഥലം? ഒരു തേനൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞിരുന്നു. നോക്കട്ടെ. അങ്ങനെ നാഷണൽ ഹൈവേ കയറിയിട്ടാ. എനിക്ക് ട്രിച്ചി ചിദംബരം ഹൈവേ ആണ് എന്ന് തോന്നുന്നുണ്ട്. എന്താ കാറ്റ്, കുറച്ച് സ്പീഡിലോടുമ്പോൾ. നമ്മളിതാ ചിദംബരം എത്തി ഇന്നലെ രാത്രി. ഇതാ ക്ഷേത്രത്തിൻ്റെ പുറത്താണുള്ളത്. ഇവിടെ ഉള്ളത് നടരാജ വിഗ്രഹം കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. നല്ല രസമാണ്, വായിച്ച് നോക്കാം. ഉള്ളിൽ കയറിയ ഉടനെ അടുത്തൊരു ഗോപുരം. അപ്പോൾ ഇതാണ് ചിദംബരം ക്ഷേത്രത്തിൻ്റെ മെയിൻ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഭാഗം. ഉള്ളിലേക്ക് പിന്നെ ഫോട്ടോയും ഫോണൊന്നും അലൗഡല്ല. ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളും ഇതൊക്കെ കാണാം അല്ലേ. ഇതാണ് കയറുന്നിടത്തുള്ള വലിയ ഗോപുരം. ആണ് ഒരുപാട് വലിയ ഏരിയ ഉള്ള ക്ഷേത്രം കേട്ടോ. ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നടക്കാൻ നോക്കും ചുറ്റും. ഇതൊക്കെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗമാണ്. ഈ കൂടിൻ്റെ ഉള്ളിൽ നന്ദീനെ കാണാം. ആ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ്. ഇവിടെ ഇതാ വേറെ ഭാഗത്തുള്ള ഗോപുരം. ഇത് വടക്ക് ഭാഗമായിട്ട് വരും. നമ്മളിപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വീഡിയോഗ്രാഫിയൊക്കെ ലിമിറ്റഡ് ആട്ടോ. നമുക്ക് ചില ഭാഗങ്ങളിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. പുറത്തൊരു ശിവകാമി ക്ഷേത്രവും ഒരു മുരുകൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ട്, ഗണപതിയുടെ ക്ഷേത്രം ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെയും ഒന്നും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. നമുക്ക് ഈ കയറുന്ന ഭാഗത്തിൻ്റെ വലുപ്പം എന്താണ്, നല്ല ഹൈറ്റാണ്. ഫുൾ കരിങ്കല്ല് കൊത്തിവെച്ചത്, അല്ലേ കരിങ്കല്ലാണ്. ശരി, നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പം ഇന്ന് വൈകുന്നേരം തഞ്ചാവൂർ എത്താനുള്ളതാണ്. തഞ്ചാവൂർ നമ്മൾ പെരിയ കോവിലിൽ പോകുന്നില്ല, കാരണം ഞാൻ ഈ അടുത്ത് പോയതാണ്. അപ്പം തഞ്ചാവൂരിൽ നിന്ന് അടുത്ത ദിവസം ട്രിച്ചി, മധുരൈ, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം രാമേശ്വരം. അങ്ങനെയാണ് പ്ലാൻ. നമ്മളിപ്പോൾ ഇതാ ചിദംബരത്ത് നിന്ന് അങ്ങനെ വിടുന്നു. ഇനി ഗംഗൈ കൊണ്ട ചോളപുരം അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു 43 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഓഡോമീറ്റർ റീഡിങ് നോക്കിയില്ല. 41,529 ആണ്. ചിദംബരത്ത് നിന്നൊരു 2 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ യെസ്, നമ്മൾ ഇന്നലെ 19,200 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മുടെ വലതുവശത്തൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ കാവേരി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഒഴുക്ക്, നമ്മൾ എതിർവശത്തേക്കാണ് പോകുന്നത്. കാരണം ചിദംബരം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ കുറച്ചടുത്തായിട്ടുള്ള ഭാഗത്താണ് അല്ലേ പാടം. ആഹാ, എനിക്ക് ഡൗട്ടുണ്ട് ഇതുവഴിയാണോ ഇന്നലെ രാത്രി വന്നത്. ഇരുട്ടത്ത് വന്നതുകൊണ്ടേ ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇതേ
കണ്ടില്ലേ ഉയർന്നു നിൽക്കുന്നത് ഗംഗൈ കൊണ്ട ചോളപുരം. ഇവിടെയുള്ള മെയിൻ ക്ഷേത്രമാണ്. തഞ്ചാവൂരിലെ വലിയ അമ്പലം ഉണ്ടാക്കിയ രാജാവിൻ്റെ മകൻ ആണ് ഈ അമ്പലം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ലെഫ്റ്റ് എടുക്കണമായിരുന്നു, മറന്നു. എന്താ ഭംഗി, എന്താ ഭംഗി. ജോമെട്രി തന്നെ കണ്ടില്ലേ. ഇതല്ലേ മുമ്പിലുള്ള നന്ദിയാണ് ഈ കാണുന്നത്. ഞാൻ ഉള്ളിൽ കയറി ഇറങ്ങി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ. ഇത് മുൻവശം ഗംഗൈ കൊണ്ട ചോളപുരം. അല്ലേ ഇവിടെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല ഗാർഡനും ലോണൊക്കെ വെച്ച് ഒരുപാട് ചെടികളും എല്ലാം കാണാം. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു അന്തരീക്ഷം ഇവിടെ. ഇപ്പോൾ പെട്ടെന്ന് ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട് ഇന്നപ്പം, വെയിലും പോയതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇത് കൂടെ നടക്കാൻ. ഇതല്ലേ ക്ഷേത്രം. ഇതാണ് നമ്മളെ തഞ്ചാവൂരിലെ അമ്പലം ഫേമസ് ആയത് ആ മോൾ ഭാഗത്തുള്ള എത്രയോ ടൺ, 230 ടൺ എന്തോ ആണ് കല്ല്. ഇത് അത്രയൊന്നുമില്ല, ഇതിനേക്കാളും കുറവാണ്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു റോസ് ഗോൾഡാണ് ശരിക്കും നേരിട്ട് കാണുമ്പോൾ. ചെറിയൊരു പിങ്കിഷ് കളർ നമുക്ക് കാണാൻ കഴിയും. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആഹാ, അടുത്തുനിന്ന് കാണാൻ എന്താ ഭംഗി. മോൾ ഭാഗം കണ്ടില്ല, എന്താ രസം കാണാൻ. ആ ഡിസൈനും ജോമെട്രി വൈസ് അതെ, എന്താ അതിൻ്റെ ഒരു പെർഫെക്ഷൻ. സമ്മതിക്കണം. ഇത് വേറെ പുറത്തുള്ള 1-2 ചെറിയ ക്ഷേത്രങ്ങൾ. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പോകുന്നത് കുംഭകോണത്തേക്കാണ്. അവിടെ പക്ഷേ 4 മണിക്ക് ക്ഷേത്രം തുറക്കുള്ളൂ. ഇപ്പോൾ 12 മണി ആയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 4 മണിക്കൂർ തന്നെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇവിടെ പതുക്കെയൊക്കെ ഒന്ന് ഇരുന്ന് കണ്ട്, പിന്നെ വണ്ടിയുടെ കുറച്ച് പണിയുണ്ട്. പണിയൊന്നുമില്ല, എല്ലാ ദിവസവും ഇപ്പോൾ എയർ ലീക്ക് ഇഷ്യൂ ഉണ്ട്. കാരണം വലിയ പഞ്ചറാണ്, അത് ടയർ മാറ്റിയാൽ തന്നെ ശരിയാവുള്ളൂ. അപ്പം നമ്മളിങ്ങനെ എയർ അടിച്ച് പോകണം. പിന്നെ ചെയിനൊന്ന് ലൂബ് ചെയ്യണം. വേറെ ഒന്നുമില്ല. അപ്പോൾ സമയം ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ആസ്വദിച്ച് കണ്ട് പതുക്കെ പോവാം. കുംഭകോണം പിന്നെ തഞ്ചാവൂർ. ഓക്കെ. നല്ലൊരു സുഖമുള്ള സ്ഥലം ഗംഗൈ കൊണ്ട ചോളപുരം. പക്ഷേ തഞ്ചാവൂരിൻ്റെ അത്രയും വലിപ്പമില്ല, അതുപോലെ തഞ്ചാവൂരിൻ്റെ അത്രയും ചുറ്റളവൊന്നും കാര്യങ്ങളില്ല ഇവിടെ ഈ ഒരു ഏരിയ. തഞ്ചാവൂരിൽ ഒരുപാട് ചുറ്റും സ്ഥലവും ക്ഷേത്രങ്ങളും വേറെയും ഉണ്ട്. ഇവിടെ അത്രയും നമ്മൾ കാണില്ല. ഇത് പുറത്തുള്ള വേറൊരു ക്ഷേത്രമാണ്. ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇഷ്ടികയും മണലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞ ഭാഗങ്ങളും കൂടി ഉണ്ട്, അതും കൂടി നേരാക്കാനായിരിക്കും ചിലപ്പോൾ. അല്ലേ അവിടെ ഈ ഒരു പ്രതിമയും കാണാം നമുക്ക്. അല്ലേ இது எடுங்க போட்டோ. അങ്ങനെ ഗംഗൈ കൊണ്ട ചോളപുരം കണ്ടു. കുറേ സമയം ഇവിടെ ഇരുന്നു. വേറൊന്നുമല്ല, ഉച്ച സമയമാണ്. 4 മണിക്ക് ധാരാപുരം എത്തണ്ടു. ധാരാപുരത്തേക്ക് 1 മണിക്കൂറേ ഉള്ളൂ.
ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്തു. പെട്രോൾ അടിച്ച് കുറച്ച് എയറും ഫില്ല് ചെയ്യട്ടെ. എയർ കണ്ടിന്യൂസ് ലീക്കിംഗ് ആണ്, വേറൊന്നുമല്ല. ഒരുപാട് പഞ്ചറുകളുണ്ട് ടയറിൽ. അത് ഒരെണ്ണം XXL സൈസാണ്. അപ്പോൾ 2 തവണ ഒരേ സ്ഥലത്ത് ഇത് കയറ്റിയിട്ടും പഞ്ചർ ഹോൾ അങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ആവുന്നില്ല. എന്നാലും എയറിലേക്ക് വളരെ പതുക്കെ ഉള്ളൂ. ബാക്കിയിപ്പം എയർ ഫില്ല് ചെയ്ത് പോവാം. ഇത് കണ്ടില്ലേ, കാവേരിയുടെ ഒരു കൈപ്പുഴയല്ലത്, ഒരു കനാലാണ്. ഈ ഒരു കനാലുണ്ട് ട്രിച്ചി തഞ്ചാവൂർ സൈഡിൽ നിന്ന് തന്നെ ഡൈവേർട്ടായിട്ട് പോകുന്നത്. അത് ലോകത്ത് തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇറിഗേഷൻ സിസ്റ്റമാണ്. അത് നമ്മളുടെ ചോള രാജാവ് ഉണ്ടാക്കിയത്. അതല്ല ഇവിടെയൊക്കെ കനാലേ കാവേരി നദിയിൽ നിന്നും ഒരുപാട് ഡൈവേർട്ട് ചെയ്തു. ഒരു ഡാമുണ്ട്, വേൾഡ്സ് 4th ഓൾഡസ്റ്റ് ഡാമോ അങ്ങനെ എന്തോ ഉണ്ട്. അതും ട്രിച്ചിക്കടുത്താണ്. ഇതല്ല കേട്ടോ, ഇത് അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളം ഇങ്ങോട്ടാണ് എത്തുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ അത്ര വർഷങ്ങൾക്ക് മുമ്പേ ഒരു എന്താ പറയുക ഡാമും ഒരു കനാൽ സിസ്റ്റവും കൃഷിക്ക് വേണ്ടി ആലോചിക്കണം. ഇത്ര വലിയ ഗോപുരങ്ങൾ മാത്രമല്ല, അവർ എല്ലാ രീതിയിലും മുൻപന്തിയിലും നിന്നിരുന്നു. നോക്ക് എത്ര വെള്ളം. ഇതൊരു ഡാം പോലെ, ചെക്ക് ഡാം പോലെ. ഇതല്ല, ഇപ്പുറത്തൊന്നുമില്ല, അവിടെ നിറയെ വെള്ളം. കാവേരി നദി. ആഹാ, അതാ ഞാൻ പറഞ്ഞ, അത്രയും പുഴയുണ്ട്. അതിൻ്റെ കുറുകെ സൈഡായിട്ട് തന്നെ ഒരു കനാൽ സിസ്റ്റം കൂടി. പിന്നീടൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആഡ് ഓൺ ചെയ്ത് ആ ഒരു ഐഡിയ അന്നേ അവർ നടപ്പിലാക്കിയിരുന്നു. ഇത് നോക്ക്, കാവേരിയുടെ വലുപ്പേ. ഇതടുത്തത് അതേപോലെ 2 ഇതായിട്ടാണ് നദി ഒഴുകുന്നത്. അത്ര വലിയ നദിയാണ്. ദൈവമേ, ഒരു ബസ്സല്ലേ വരുന്നത്? പോവോ? ഇവിടെ പാലത്തിന് നല്ല വീതി കുറവാണ്. അതല്ല, അപ്പുറത്ത് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. വന്നാൽ നല്ലതാണ്. ഇതിലൂടെയൊക്കെ വൈകുന്നേരം കുറച്ചുകൂടി വെയിലാറിയിട്ട് നടന്നു പോകാനൊക്കെ നല്ല സുഖമായിരിക്കും. നല്ല കാറ്റുണ്ട് ഇവിടെയൊക്കെ. യെസ്, ധാരാസുരം. ഇതാണ് കുംഭകോണത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഞാൻ ധാരാസുരം കാണാനാണ് ഇന്ന് വന്നത്. ഇന്ന് കണ്ട് വേറൊരു സ്ഥലത്തൂടെ നിർത്തി വേണം തഞ്ചാവൂർ പോകാൻ. ഏതായാലും നോക്കാം. അവിടെ പാർക്കിംഗ് ഉണ്ടോ എന്തോ. ആഹാ, എന്താ രസം. നോക്ക്, മതിലിൽ ഫുൾ കാളയും പശുവിൻ്റെ ഒക്കെ പശു എന്തിൻ്റെ കൊത്തുപണികളുണ്ടല്ലോ നിറയെ. ഇനി തമിഴ്നാട്ടിൽ കുറച്ചുകൂടി ലിബറലാട്ടോ. നമുക്ക് ക്യാമറയൊക്കെ ഒരു പരിധി വരെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം. നോർത്തിലോട്ടൊക്കെ ഫുൾ ഫോണ് പുറത്ത് കൗണ്ടറിൽ വെച്ച് തന്നെ വേണം അധിക സ്ഥലത്ത് വേറെ. എനിവേ, നമ്മൾ വണ്ടിയൊന്ന് പാർക്ക് ചെയ്തു. ഇതുണ്ടല്ലേ, ഇത് ഏത് ഭാഗമായിട്ട് വരും നോക്കട്ടെ. ഇത് കിഴക്ക് ഭാഗമായിട്ട് വരും. അവിടെയുള്ള എൻട്രൻസ് ആണ്. കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ലോണും മരങ്ങളും അതുപോലെ അമ്പലവും. ധാരാസുരം. വെയിൽ എതിർദിശയിൽ നിന്നാണ് അടിക്കുന്നത്. അപ്പം നല്ല ചൂട്. ഉള്ളിൽ കയറിയിട്ട് ക്ലിയറായിട്ട് പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, 3:30 ഇവിടെ ഉള്ളിൽ തുറക്കും. അപ്പോൾ കയറാൻ പറ്റും. അതുവരെ ഇവിടെ തണലെങ്ങാനും പോയിരിക്കാം. നല്ല ഇഷ്ടം പോലെ മരങ്ങളും തണലും ഉണ്ട്. ഒരുപാട് പേര് വിശ്രമിക്കുന്നത് വരെ കാണാം. പണിയും നടക്കുന്നുണ്ട് എന്തൊക്കെയോ. എന്തായാലും നന്നായി. ഞാൻ തമിഴ്നാട്ടിൽ പോയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള തൂണിലെ കൊത്തുപണികൾ അതിവിടെ ധാരാസുരത്തോട്ടോ കാണുന്നത്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ്
ഓരോ തൂണിലെയും കൊത്തുപണികൾ എത്ര നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല, എത്ര തൂണുകളാണ് നിങ്ങൾ നോക്കൂ, എത്ര തൂണുകളാണ്, എന്ത് രസമാണ് കാണാൻ. തൂണും അതിൻ്റെ മുകൾ ഭാഗം എല്ലാം കൊത്തി വെച്ചിരിക്കുക ഇവിടെ. അതൊക്കെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ. എന്താ ഭംഗി, നിറയെ തൂണുകളാണ്. ഇതാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. അടിയിൽ കരിങ്കൽ തൂണുകൾ അല്ലേ, ധാരാസുരം. ഇതല്ല ഒരു രഥം പോലെ, അതിൻ്റെ ചക്രം നമുക്ക് കാണാം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൊത്തുപണിക്ക് അത്രയും മികച്ചതാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, കുറച്ചൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ എത്രാമത്തെ സ്ഥലത്താണെന്നറിയാമോ വരുന്നത്. എത്രയെന്നാ പറയുക, അത് നോക്കൂ അതിൻ്റെ ഡീറ്റെയിലൊക്കെ. അത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പായതെല്ലാം. ധാരാസുരം ക്ഷേത്രത്തിനെ പറ്റിയും അറിയേണ്ടവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വായിച്ചറിയാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ. അതല്ലേ, ഓരോ കല്ലിലെയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ കൊത്തി വെച്ചിട്ടുള്ളത്. നമുക്കിത് എത്ര എണ്ണാന്നറിയാം. രണ്ട് വശത്തേക്കും അമ്പലം ചുറ്റും നമുക്ക് ഓരോ കല്ലിലെയും ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ വലിപ്പം എന്താണ്, എത്ര വർഷങ്ങളെടുത്തിട്ടുണ്ടാവും. അത്ഭുതം തന്നെ കേട്ടോ. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്നിടത്ത് ആദ്യം കാണുന്നത്. ഇതല്ലേ, ഇത് ചെമ്പിൻ്റെ കൊടിമരം പോലെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതാകെ ക്ലാവ് പിടിച്ചിട്ട് പച്ച നിറമായിട്ടുണ്ട്. ഇപ്പം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് എല്ലായിടത്തൊന്നും പൂജ നടക്കുന്നില്ല. മെയിൻ ശ്രീകോവിലിൽ ശിവലിംഗമുണ്ട്, അവിടെ പൂജ നടക്കുന്നുണ്ട്. വേറെ ചുറ്റും ഒന്നും കാണാനില്ല. ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആർക്കിയോളജിക്കൽ സർവേ ആണെന്ന് തോന്നുന്നു ഇതിപ്പം നടത്തുന്നത്. എനിവേ ഉള്ളിൽ
അവിടെ ശിവലിംഗത്തിൻ്റെ അവിടെ മാത്രം പൂജാഭിഷേകവും ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം തീരെ തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ശരി, നോക്കാം പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതിവിടെയുള്ള നന്ദിയാണ് കേട്ടോ. ഒരു വെള്ളം മുണ്ടൊക്കെ പൊതച്ച് സുഖമായിരിക്കുന്നുണ്ട്. ശിവനെ നോക്കി. ധാരാസുരം പോയി വരാം. കുംഭകോണത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട്. പക്ഷേ ഇവിടെ മാത്രമേ ഇന്ന് ഞാൻ നിർത്തുന്നുള്ളൂ. തമിഴ്നാടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും അടുത്താണല്ലോ വരണമെങ്കിലും. ഇത് നേരെ കാണുന്നുണ്ടല്ലേ, ഏതൊരു മുരുകൻ്റെ അമ്പലമാണ്. പക്ഷേ എവിടെയൊന്നും പോകുന്നില്ല നമ്മൾ. ഇതൊക്കെ ഇവിടെയുള്ള ഫേമസ് അമ്പലങ്ങളാണ്. നമ്മൾ ശരിക്കും ഇപ്പം ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. കാരണം ഇതല്ലേ വലതുവശത്ത് നിറയെ പാടങ്ങൾ കണ്ടില്ലേ, അതുപോലെ ഇടതുവശത്ത് കാണാൻ പറ്റില്ല, കുറച്ച് മുമ്പ് വരെ കൂടെ ഉണ്ടായിരുന്നു, കാവേരി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ, തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല രസമുള്ള ഒരു പ്രദേശമാണ് ഈ തഞ്ചാവൂർ ഭാഗമൊക്കെ. ഒരുപാട് കൃഷിയും, പണ്ടത്തെ ചോള രാജാവിൻ്റെ തലസ്ഥാനമല്ലേ, അപ്പം എന്താ പറയുക, ഒരു പ്രത്യേകതയുള്ള ഒരു നല്ല സ്ഥലമാണ്. ഇപ്പോൾ തഞ്ചാവൂർ എത്തിയിട്ടില്ല, ഇനിയും പോകാനുണ്ട്. എങ്കിലും പറയാണ് ഇവിടെ ഈ ട്രിച്ചി, ഈ ഭാഗത്ത് ട്രിച്ചിയും ഒരുപാടുണ്ട്, 100 കിലോമീറ്റർ എല്ലാം കാണും. അല്ലേ ഏതായാലും ഇപ്പോൾ വെയിൽ മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് ഞാനൊന്നും റെക്കോർഡ് ചെയ്യാത്തതാണ് ഈ ഭാഗത്ത്. എന്തായാലും നല്ല രസമാണ്. പക്ഷേ ആ വളവിന് മുമ്പ് കാണിച്ചു തരായിരുന്നു, നിറഞ്ഞൊഴുക കേട്ടോ കാവേരി. എന്താ ഭംഗി. നമ്മളങ്ങനെ ഇപ്പോൾ ഇതാ തിരുവയ്യാറ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിന് മുമ്പാണ്. ഇവിടെയാണ് ത്യാഗരാജസ്വാമികൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഗീതത്തിൻ്റെ അങ്ങേയറ്റമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധിയുണ്ട്, ത്യാഗരാജ സ്വാമികളുടെ സമാധി. അവിടെ ഒന്ന് പോയി നോക്കാം. കാവേരി നദിയുടെ തീരത്തായിട്ടാണ് മാപ്പിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് തന്നെയല്ലേ? യെസ്, ഇതാണ് ഇതേതോ രാമക്ഷേത്രമാണല്ലോ. ഈ കാണുന്നതാണ് ഇവിടെയുള്ള ത്യാഗരാജസ്വാമിയുടെ സമാധി സ്ഥലം. പുഴയോട് ചേർന്ന് കാവേരി നദിയാട്ടോ ഇത്. നോക്കൂ എത്രയാ വെള്ളം. ആഹാ, അവിടെ ഒരു ചെക്ക് ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വെള്ളം പോകുന്നത് കാണാം, ശബ്ദം കേൾക്കാം. നല്ല സമയം, വൈകുന്നേരം നമ്മളെത്തിയത്. ഈ കാണുന്ന കാവേരി ശരിക്കും ഇപ്പം നമ്മൾ അവിടെ പോയി നിന്നല്ലോ, ത്യാഗരാജസ്വാമി സമാധിയുടെ അടുത്തുള്ള കാവേരി ഒരു കൈപ്പുഴ പോലെയാണ്. ഇനി കുറച്ച് പോകുമ്പോൾ അടുത്ത കാവേരി വരും, അത് കഴിഞ്ഞ് അടുത്ത കാവേരി, അങ്ങനെ 3 ഇതായിട്ടാണ് ഇവിടെ കാവേരി ഒഴുകുന്നത്. ഒന്ന് നല്ല വലുതാണ്, ബാക്കി 2 എണ്ണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി വീണ്ടും ചേരും. അങ്ങനെ ഇന്നത്തെ അസ്തമയം മനോഹരം. ഇത് നോക്ക്, ചന്ദ്രക്കല കാണാം. ദീപാവലി കഴിഞ്ഞിട്ടുള്ള ചന്ദ്രൻ, ദീപാവലി അമാവാസ്യക്കാണല്ലോ എപ്പോഴും വരിക. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ചന്ദ്രൻ്റെ ഉദയമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ചന്ദ്രൻ്റെ കല, ചന്ദ്രകല അല്ലേ. ആഹാ,
എന്താ ഭംഗി. രണ്ട് വശം പാടം, വെള്ളം കെട്ടി നിൽക്കുക, നല്ല അസ്തമയ സൂര്യൻ, അതിൻ്റെ ആകാശം, സെന്തൂരത്തിൻ്റെ നിറം, അതിൻ്റെ നിഴല്, പാടങ്ങളിൽ ചന്ദ്രക്കലയും. ആ അപ്പം ശരി, എന്നാൽ ഇരുട്ടായി വരികയല്ലേ, ക്യാമറ പതുക്കെ ഓഫാക്കാം.